എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ശരിക്കും ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വൈറലായ ഒരു സംഭവം ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ സീതത്തോട് ദീപ്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്ന, അവർക്ക് ഭക്ഷണത്തിനായാലും വസ്ത്രത്തിനായാലും അവരുടെ ഇല്ലായ്മകളെ മനസ്സിലാക്കി അവരെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ നല്ല മനസ്സിന് ഉടമയായ ഒരു ലേഡിയാണ് സീതത്തോട് ദീപ്തി. പുള്ളിക്കാരത്തിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. ഇടയ്ക്ക് വെച്ച് ഒരു കുട്ടിയെ അവർ ദത്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ കുഞ്ഞിനെ അവരുടെ പാരൻസിനെ തന്നെ തിരിച്ച് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. കാരണം മാതാപിതാക്കൾ തമ്മിൽ എന്തോ അകൽച്ചയോ മറ്റോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലോ മറ്റോ ആണ് ഈ കുഞ്ഞിനെ ദത്തെടുത്തത്. അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ദീപ്തി പറഞ്ഞതിൻ്റെ ആ ഒരു ചെറിയൊരു ഒരു ഷോർട്സ് വീഡിയോ കണ്ടതിൽ നിന്നാണ്. അപ്പോൾ ദീപ്തി പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇനി ഈ കുഞ്ഞിനെ കുറിച്ചിട്ട് ആരും ചോദിക്കേണ്ട, കാരണം അതിൻ്റെ പാരൻസ് ഒരുമിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ അവർക്ക് തിരികെ കൊടുത്തു. എൻ്റെ മനസ്സിൽ ഉള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, അവരുടെ പാരൻസ് ഒരുമിക്കണം എന്നുള്ളതായിരുന്നു. എന്തായാലും അവർ ഒരുമിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ അവർക്ക് കൊടുത്തു എന്നാണ് ഈ ഒരു വിഷയത്തിൽ ദീപ്തി പറയുന്നത്. വളരെ നല്ല കാര്യം. മാതാപിതാക്കൾ സന്തോഷത്തോടു കൂടി കഴിയുമ്പോൾ അവർക്കൊപ്പം തന്നെയാണ് കുഞ്ഞ് വളരേണ്ടത്. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുശേഷം കാടിൻ്റെ പുത്രിയായ അജിത എന്ന് പറയുന്ന സ്ത്രീയുടെ, അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ 2ാമത്തെ കുഞ്ഞാണ് ഈ പറയുന്ന കുട്ടി. കുട്ടിയുടെ പേര് പറയുന്നില്ല. ഈ കുട്ടിയെ, പെൺകുഞ്ഞാണ്. ഈ ഒരു കുഞ്ഞിനെ നമ്മുടെ ദീപ്തി ദത്തെടുക്കുകയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ദീപ്തി അവർക്കൊരു സഹായത്തിനായിട്ട് ഈ കുഞ്ഞിനെ ദീപ്തിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് തുടങ്ങുകയാണ്. ആ ഒരു സമയത്ത് ദീപ്തി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദീപ്തി ആ ഒരു അജിതയോട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അജിതയ്ക്ക് ഈ 3 കുട്ടികളുണ്ട്. അതിൽ മൂത്ത കുട്ടിയാണെങ്കിൽ ബോർഡിങ്ങിലാണ്. പിന്നെ ഉള്ളത് ഈ 3.5 വയസ്സുള്ള പെൺകുഞ്ഞാണ്. പിന്നെ അതിന് താഴെയുള്ള 1 വയസ്സും 5 മാസം മാത്രം കൊണ്ട് പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയാണ്. അപ്പോൾ അജിതയ്ക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാതെ ഒരു രക്ഷയില്ല. കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ എന്നും ആശുപത്രിയും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും. കുട്ടികളുടെ ഭക്ഷണം നോക്കണം, വസ്ത്രം നോക്കണം. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പണം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ജോലിക്ക് പോവേണ്ടത് അത്യാവശ്യമാണ്. പല സ്ഥലത്തും ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവർക്ക് ഒരിടത്ത് നിലയുറപ്പിച്ച് നിന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഈ പൊടി മക്കളെ കൊണ്ട് അവരെന്ത് ചെയ്യാനാണ്? അപ്പോൾ ആ അജിതയ്ക്ക് ഒരു സഹായമാകട്ടെ എന്നുള്ള രീതിയിലാണ് ദീപ്തി രണ്ടാമത്തെ കുഞ്ഞായ ഈ ഒരു പെൺകുഞ്ഞിനെയും കൊണ്ട് പുള്ളിക്കാരത്തിയുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുവരുന്ന സമയത്ത് ദീപ്തി അവരോട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ, എപ്പോഴും വേണമെങ്കിലും ഈ ഒരു കുഞ്ഞിനെ അജിതയ്ക്ക് തിരികെ കൊണ്ടുപോവാം, അജിതയുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന സമയത്ത്. പിന്നെ എത്ര കാലം വേണമെങ്കിലും ഈ കുഞ്ഞിനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി നോക്കും. ഇവൾക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. ഇവളുടെ വിദ്യാഭ്യാസവും ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കും. പക്ഷേ ഗാർഡിയൻ എപ്പോഴും അജിത തന്നെയായിരിക്കും. ഇപ്പം സ്കൂളിൽ ചേർത്താലും എവിടെയും അജിതയുടെ പേര് തന്നെയായിരിക്കും പാരൻസിൻ്റെ സ്ഥാനത്ത് വെക്കുക. അപ്പോൾ ഇതാണ് ദീപ്തിയും ഹസ്ബൻഡും കൊടുത്ത വാക്ക് അവർക്ക്. അങ്ങനെ ഈ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ശരിക്കും ആ ഒരു കാര്യം എന്ന് വെച്ചാൽ, വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടിയായിട്ട് വളരെ അടുത്തിടപഴകുകയാണ് നമ്മുടെ ദീപ്തി. നമുക്കറിയാം, പട്ടിയെയും പൂച്ചയെയും ഒക്കെ താലോലിക്കുകയും ഭക്ഷണം വാരിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനും ആയാലും മനുഷ്യ സ്ത്രീക്കായാലും അവർക്ക് തീർച്ചയായും മനുഷ്യ കുഞ്ഞുങ്ങളോട് അതിലേറെ സ്നേഹം ഉണ്ടാവും, അല്ലേ? പട്ടിയും പൂച്ചയും ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നന്നായിട്ടൊരു മനുഷ്യ കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയുന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. അങ്ങനെ പറ്റും എന്നുള്ളത് കൊണ്ടാണല്ലോ അവർ ആ കുഞ്ഞിനെ കൊണ്ടുവരാനായിട്ട് തയ്യാറായത്. അങ്ങനെ ഇവർ ഈ കുഞ്ഞിനെ കൊണ്ടുവന്നു. അതിനുശേഷം ഇവർക്ക് പറ്റിയൊരു തെറ്റായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തി ഈ കുഞ്ഞിൻ്റേതായിട്ടുള്ള വീഡിയോസുകളൊക്കെ, ഷോർട്സ് ആയാലും അല്ലാത്തതായാലും വീഡിയോസുകളെടുത്ത് അവരവരുടെ ചാനലിലിട്ടു. കുഞ്ഞിനെ കുളിപ്പിക്കുന്നത്, കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്നത്, കുഞ്ഞിനെ കൊഞ്ചിക്കുന്നത്, കുഞ്ഞിന് പാദസരവും അരിഞ്ഞാണവും ജ്വല്ലറി കൊണ്ടുപോയി മേടിച്ചിട്ട് കൊടുക്കുന്നത്, അങ്ങനെ കുറേയേറെ വീഡിയോകൾ അവരവരുടെ ചാനലിൽ ചെയ്തിട്ടു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേയേറെ ആളുകൾക്ക് കുരു പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരാൾ എന്തെങ്കിലും ഒരു ഇത് ചെയ്യുന്നോന്ന് നോക്കി തക്കം പാർത്തിരിക്കുന്ന കുറേ എണ്ണമുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് കുരു പൊട്ടി. അപ്പോൾ നിയമവശം എന്ന് വെച്ചാൽ, ഒരു 6-6.5 വയസ്സ് പൂർത്തിയാവാതെ ഒരു കുട്ടിയെ ദത്തെടുക്കാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് വാസ്തവം.
അത് നിലനിൽക്കെ 3.5 വയസ്സുള്ള ഈ ദീപ്തി എങ്ങനെയാണ് ഈ ഒരു കുട്ടിയെ ദത്തെടുത്തത് എന്നുള്ള ചോദ്യമൊക്കെ അവിടെ വന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അവർ ആ കുഞ്ഞിനെ ദത്തെടുത്തതൊന്നുമല്ല, ഒരു ബന്ധു വീട്ടിൽ നോക്കാൻ കൊണ്ടുവരുന്നത് പോലെ ആ കുഞ്ഞിനെ കൊണ്ടുവന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒരു തരത്തിലുള്ള രേഖാമൂലമുള്ള ദത്തെടുക്കലോ ഒന്നുമല്ല അവിടെ നടന്നത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരിൽ പരാതികളും കാര്യങ്ങളും ഒക്കെ പോയി. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ നിയമവശങ്ങൾ ഇതിലേക്ക് വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇതിൽ ഇടപെടാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു കുഞ്ഞിനെ അജിതയ്ക്ക് തിരിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വഴിമാറി. അപ്പോൾ ആ കുഞ്ഞും ദീപ്തിയുമായുള്ള ആ ഒരു അടുപ്പമുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് വീഡിയോസുകൾ അവരിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിനെ തിരിച്ച് അജിതയ്ക്ക് കൈമാറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 ദിവസം മാത്രമേ ഈ ഒരു കുഞ്ഞ് ഈ പറയുന്ന ദീപ്തിക്കൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു കുഞ്ഞിൻ്റെ എല്ലാ ചിലവുകളും കാര്യങ്ങളും എല്ലാം ദീപ്തി വഹിച്ചോളാം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു നല്ല വശമെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഈ നല്ല വശത്തെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ ഈ കുഞ്ഞിന് നല്ല വിദ്യാഭ്യാസം കിട്ടും, നല്ല ഭക്ഷണം കിട്ടും, നല്ല വസ്ത്രം കിട്ടും, ഒക്കെ കിട്ടും. എന്നാൽ ഇതൊന്നും ദീപ്തിയുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞിനെ വെച്ച് അവരിട്ടിട്ടുള്ള വീഡിയോകൾക്കെല്ലാം ഭയങ്കര റീച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കുഞ്ഞിനെ വെച്ച് തന്നെ അവർക്ക് നല്ല വരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ ആ കുഞ്ഞിന് കയ്യിൽ നിന്നൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. കുഞ്ഞിൻ്റെ ഒരു പുഞ്ചിരി കാണിച്ചാലും, കുഞ്ഞിൻ്റെ ഒരു കരച്ചിൽ കാണിച്ചാലും, ഒരു കൊഞ്ചൽ കാണിച്ചു കഴിഞ്ഞാലും ആ കുഞ്ഞിന് കുറേ കാലത്തേക്ക് ജീവിക്കാനുള്ള വരുമാനം ആ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് തന്നെ കിട്ടും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത് ഒരു തെറ്റായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ എനിക്ക് ഇളയതൊരു ചെറിയ കുട്ടിയുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ആ കുട്ടിയെ എൻ്റെ വീഡിയോകളിൽ ഉൾപ്പെടുത്തും, കുഞ്ഞു കുട്ടിയാണ് ഉള്ളതെങ്കിൽ. പക്ഷെ എനിക്ക് കുഞ്ഞു കുട്ടി ഇല്ലാത്തത് കൊണ്ട് ഇടുന്നില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ അത് ആ ഒരു രീതിയിലാണ് കാണുന്നതെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പല ആളുകളും ഇതിനെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ദീപ്തിയുടെ കൊച്ചല്ല, ഒരു കുഞ്ഞിനെ എവിടെ നിന്നോ ദത്തെടുത്തിട്ട് വന്നിട്ട് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ആ കുഞ്ഞിൻ്റെ വീഡിയോകൾ പ്രചരിപ്പിച്ച് കാശുണ്ടാക്കി ജീവിക്കുന്നു. അങ്ങനെ ഇടുന്ന വീഡിയോകൾക്കൊക്കെ നല്ല രീതിയിൽ റീച്ചും ഉണ്ട്. അപ്പോൾ ദീപ്തി പെട്ടെന്ന് പണക്കാരിയാവും, അല്ലെങ്കിൽ ഏതോ ഒരു കാട്ടിൽ കിടന്ന കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ദീപ്തി പണം ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി മൂലമാണ് ഈ കുഞ്ഞിനെ ദീപ്തി തിരികെ കൊടുക്കണം എന്നുള്ള രീതിയിൽ കേസുകളിലേക്കൊക്കെ പോകാനായിട്ട് ആളുകൾ തയ്യാറായിട്ട് വന്നത്. അപ്പോൾ ദീപ്തി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ 6 വയസ്സ് കഴിയാത്ത കുഞ്ഞിനെ ദത്തെടുക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം ദീപ്തിക്ക് അറിയില്ലായിരുന്നു എന്നാണ് ദീപ്തി പറയുന്നത്. അതിൽ വളരെ വാസ്തവമൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. കാരണം അവർ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്ന, മറ്റുള്ളവരെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ രക്ഷകയായി തന്നെ പിറവിയെടുത്തിരിക്കുന്ന ഒരാളാണ് ദീപ്തി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നിയമവശങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയാതിരിക്കത്തൊന്നുമില്ല. അത് ദീപ്തി വെറുതെ പറയുന്നതാവാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ചില ആളുകളുടെ കിറുമികടി മൂലം സംഭവിച്ച നഷ്ടം എന്ന് പറഞ്ഞാൽ ആ ഒരു കുട്ടിക്ക് തന്നെയാണ്. ഇപ്പോൾ കുട്ടിയുടെ വീഡിയോ എടുത്തിട്ടാൽ അത് അവരുടെ സ്വന്തം കുഞ്ഞിൻ്റെതാണെങ്കിൽ എടുത്തിട്ടില്ലേ. അപ്പോൾ ആ ഒരു മൈൻഡിൽ എടുത്തു കഴിഞ്ഞാൽ വേറെ വിഷയമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ അഹാനയുടെ കാര്യം അറിയാം. അതുപോലെ തന്നെ ഡോറ എന്ന് പറയുന്നൊരു ചാനലുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് ചാനലുകളുണ്ട്. അവരുടെയൊക്കെ കുട്ടികളുടെ വീഡിയോകളൊക്കെ അവരിടാറുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്കൊരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നെങ്കിലും തീർച്ചയായും ഞാൻ ആ വീഡിയോസൊക്കെ എടുത്തിട്ടേനെ. ഇതിപ്പോൾ മറ്റൊരാളുടെ കുട്ടിയെയാണ് ദീപ്തി നോക്കുന്നത്, മറ്റൊരാളുടെ കുഞ്ഞിനെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുന്നു, അവർ കാശുണ്ടാക്കുന്നു എന്നുള്ള കുശുമ്പ് വരുത്ത, അല്ലെങ്കിൽ ഒരാൾ ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്ത കണ്ണുകടിയുള്ള ചില വ്യക്തികളുടെ ഇടപെടൽ മൂലമാണ് ദീപ്തിക്ക് ആ ഒരു കുഞ്ഞിനെ തിരികെ കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ എന്തായാലും ദീപ്തി ആ കുഞ്ഞിനെ തിരികെ കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് കാണിച്ചു തരാം. 2.5 വർഷം കഴിയുമ്പോൾ അമ്മേൻ്റെ അടുത്ത് തന്നെ വരണേ, വരുമോ? അതിന് മുന്നേ ഇത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് കൊണ്ടുവിടണേ, 1-2 ദിവസത്തേക്കൊക്കെ. പൊന്നാണോ ഇത്? പൊട്ടാണോ ഇത്?
അതല്ല കീർത്ത പിന്നെ അമ്മയുടെ കൂടെ പൊക്കും അയ്യോ അമ്മ നമുക്ക് വിഷമം 24 മണിക്കൂർ 2 ദിവസമായിട്ട് വീട്ടിൽ പോകണ്ടേ പിന്നെ വീട്ടിൽ പോവാം അയ്യോ വീട്ടിൽ പോകണം വീട്ടിൽ വന്നടാ ഓട്ടം അയ്യോ വീട്ടിൽ പോകണം കുഞ്ഞാതെ വീട്ടിലുണ്ട് വീട്ടിൽ പോകണം വീട്ടിൽ പോകണല്ലോ നമുക്ക് വീട്ടിൽ പോവാം അപ്പച്ചേട്ടനെ കാണണ്ടേ അപ്പൻ്റെ കാര്യം പറയണേ അപ്പച്ചേട്ടനെ കാണണം വേണം അപ്പച്ചേട്ടനെ കാണണം പിന്നെ പിന്നെ നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ അമ്മേൻ്റെ അടുത്ത് ആ കുഞ്ഞും ദീപ്തിയും തമ്മിൽ എത്ര അടുപ്പമായി എന്നുള്ള കാര്യം ഓർത്ത് നോക്കൂ. 3 ദിവസം മാത്രമാണ് ഈ കുട്ടി ദീപ്തിയുടെ കൂടെ ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും സ്വന്തം അമ്മയുടെ കൂടെ പോകാനായിട്ട് കുഞ്ഞു മടിക്കുകയാണ്. കുഞ്ഞിന് ദീപ്തിയുടെ കൂടെ പോയാൽ മതി. കാരണം അവരത്രയേറെ നന്നായിട്ട് ആ ഒരു കുഞ്ഞിനെ കെയർ ചെയ്യുന്നതുണ്ടാവാം. പിന്നെ ഈ 3.5 വയസ്സുകാരിയെ ആ അമ്മ അജിതയ്ക്ക് നന്നായിട്ട് നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനവരെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ചെറിയ കുഞ്ഞ് മുലകുടി മാറാത്തൊരു ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ നോക്കുമ്പോഴത്തേക്ക് ഇതിന് കുറച്ചൊരു അകൽച്ച വരും. ഈ ഒരു കുഞ്ഞിനോട് അമ്മയ്ക്ക് അങ്ങനെ മാനസികമായിട്ട് അകൽച്ചയല്ല ഉള്ളത്, കൂടുതൽ കെയർ ചെയ്യാൻ കഴിയുന്ന ചെറിയ കുട്ടിയായിരിക്കും. അപ്പോൾ അത് മൂത്ത കുട്ടിയുടെ മൈൻഡിൽ അതത്ര ഇഷ്ടത്തിലാവില്ല വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ കുട്ടിയെ കൊണ്ടുപോയി ഈ പറയുന്ന ദീപ്തി ഭക്ഷണം വാരി കൊടുക്കുന്നു, കുളിപ്പിക്കുന്നു, പൊട്ടുകുത്തി കൊടുക്കുന്നു, കറങ്ങാൻ കൊണ്ടുപോകണം. ഇതൊക്കെ ആയപ്പോഴത്തേക്ക് 3 ദിവസമാണെങ്കിലും ആ ഒരു അമ്മയോട് ഈ ഒരു കുട്ടി ഒരുപാട് അടുത്തു എന്നുള്ളതാണ് വാസ്തവം. പെറ്റമ്മയുടെ കൂടെ പോവാൻ പോലും ആ ഒരു കുരുന്ന് തയ്യാറാവുന്നില്ല. അപ്പോൾ അസൂയപ്പെടുന്നവർക്ക് ഇതുപോലെയുള്ള അസൂയപ്പെട്ടിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങളൊരു നിമിഷം ആലോചിച്ച് നോക്കൂ. ആ ഒരു കുഞ്ഞിൻ്റെ ഭാവി ഇപ്പോൾ ദീപ്തിയുടെ കൂടെ ആയിരുന്നു ഈ ഒരു കുഞ്ഞുണ്ടായിരുന്നതെങ്കിൽ ആ അമ്മയ്ക്ക് അന്തസ്സായിട്ട് ജോലിക്ക് പോവാം. ജോലിക്ക് പോയി കിട്ടുന്ന പൈസ എടുത്തിട്ട് അവർക്ക് സന്തോഷമായിട്ട് ഉള്ളതുപോലെ അവർക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നു. വരുമാനം എല്ലാവർക്കും അത്യാവശ്യമാണ്. അപ്പോൾ ചിലരൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിക്കുകയും ചില വീഡിയോകളിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടൊരു സംഭവം എന്ന് വെച്ചാൽ, അങ്ങനെ ദീപ്തിക്ക് സംരക്ഷിക്കണം എന്നുണ്ടായിരുന്നു എങ്കിൽ ആ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള പൈസ കൊടുത്ത് അതിൻ്റെ അമ്മയ്ക്ക് കൊടുത്താൽ പോരായിരുന്നു. അതായത് ഈ കുഞ്ഞിനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ല മനസ്സായിരുന്നെങ്കിൽ അതിന് വേണ്ടുന്ന ഫണ്ട് മാസാമാസം ഈ ഒരു അജിതയ്ക്ക് കൊടുത്താൽ മതിയായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അജിതയ്ക്ക് ജോലിക്കൊന്നും പോവാണ്ട് ഈ കുഞ്ഞുങ്ങളെ 2 പേരെയും, ഒരു കുട്ടി ഓൾറെഡി ബോർഡിങ്ങിലാണ്, അപ്പോൾ ഈ 2 കുട്ടികളെയും കൂടെ നിന്ന് പെറ്റമ്മയായ അജിതയ്ക്ക് തന്നെ നോക്കാൻ സാധിച്ചേനെ എന്ന് പറയുന്ന ആളുകളുണ്ട്. അതങ്ങനെ എത്ര നാൾ കൊടുക്കും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, എത്ര നാൾ കൊടുക്കും? ഒരാളുടെ കാര്യമല്ല അപ്പോൾ അവിടെ നോക്കേണ്ടി വരുന്നത്. ഈ ഒരു കുരുന്നിൻ്റെ കാര്യം മാത്രമല്ല, 3 പേരുടെ വയറ് നോക്കേണ്ട അവസ്ഥ ദീപ്തിക്ക് വരും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. ചെറിയ മക്കൾക്കൊക്കെ എന്നും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോഴൊക്കെ ഇവർ പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരു കുരുന്നിനെ ഏറ്റെടുത്ത് നോക്കുന്നത് തന്നെ ഏറ്റവും വലിയ ബാധ്യതയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അത് എന്തടിസ്ഥാനത്തിലായാലും. ഇപ്പം 3.5 വയസ്സുള്ളൊരു കുഞ്ഞിനെ നോക്കുക എന്ന് വെച്ചാൽ അതിന് ഫുഡ് വാരി കൊടുക്കണം, അതുപോലെ തന്നെ അതിനെ കുളിപ്പിക്കണം, എല്ലാം പോട്ടെ, അതിന് ചന്തി കഴുകി കൊടുക്കുക വരെ വേണം. അപ്പ ഇട്ട് കഴിഞ്ഞാൽ കഴുകി കൊടുക്കുക വരെ വേണം. അപ്പോൾ അതൊരു ആദിവാസി കോളനിയിലൊരു കുഞ്ഞാണ്. പക്ഷെ ആ ഒരു ഭേദമില്ലാതെ ആ ഒരു അകൽച്ച ഉണ്ടാവേണ്ട കാര്യമില്ല. എല്ലാവരും കുഞ്ഞുങ്ങളാണ്, എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ തന്നെയാണ്, എല്ലാ കുഞ്ഞുങ്ങളും ഇടുന്നതും അപ്പി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസമല്ല ഞാനിത് പറഞ്ഞത്. കാടിൻ്റെ മക്കളായിട്ട് പോലും അവരെ ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കാനുള്ള ആ ഒരു മനസ്സ് ദീപ്തിയുടെ, അത് കാണാതെ പോകരുത്. ഇത് ഞാൻ എടുത്തു പറയാനായിട്ടൊരു കാര്യമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജാതിയില്ല, മതമില്ല, വർഗമില്ല എന്നൊക്കെ പറയുമ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട് ആഢ്യത്വമുള്ള ചില തമ്പ്രാന്മാരാണെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന കുറേ മനുഷ്യർ. അവർക്കൊക്കെ ഇന്നും പട്ടികജാതി പട്ടികവർഗക്കാരോടൊക്കെ ഭയങ്കര ധാർഷ്ട്യവും ഭയങ്കര എന്തോ അവരെയൊക്കെ കാണുമ്പോൾ ഇഴുക്കായിട്ട് കരുതുന്ന ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിലും തീർച്ചയായും ഉണ്ട്. അത് ആരാണ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളും നമ്മുടെ നാട്ടിലും ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ത്രീക്ക് ആ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് അതിനെ തീറ്റിപ്പോറ്റി അതിൻ്റെ അപ്പി ഇടുന്നതും കഴുകി അതിൻ്റെ വസ്ത്രങ്ങളും കഴുകി അതിനെ നന്നായിട്ട് പരിപാലിച്ച് വരുമ്പോൾ ഇത് കണ്ടിട്ട് കണ്ണ് കടിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞിൻ്റെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത് മൂലമാണ്. അപ്പോൾ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് മൂലം ആർക്കും ഒരു തകരാറുമില്ല. പക്ഷേ അങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ ദീപ്തിയുടെ വീഡിയോകളെല്ലാം വൈറലാവുന്നു. അവർക്ക് കൂടുതൽ
മുതൽ സമ്പാദിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ശരിക്കും ആ ഒരു കുഞ്ഞിന് കയ്യിൽ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ആയിക്കോട്ടെ, ആ ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അതല്ലേ നമ്മൾ സംരക്ഷിക്കേണ്ടത്. അവർ ആ കുഞ്ഞിനെ വെച്ച് കാശുണ്ടാക്കിയാലും മറ്റേ യൂട്യൂബേഴ്സിനെ പോലെ പലരെയും പോലെ എന്നെയും പോലെ എനിക്ക് വരുമാനമില്ല, അത് വേറൊരു സത്യം. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അവർ സമ്പാദ്യം ഉണ്ടാക്കുന്നെങ്കിൽ അതിൽ നിന്നും ഒരു ഓഹരി കാടിൻ്റെ മക്കൾക്ക് അവർ കൊടുക്കുന്നുണ്ട്. വസ്ത്രങ്ങളായും ഭക്ഷണ കിറ്റുകളായും അങ്ങനെ പല രീതിയിൽ പാത്രങ്ങൾ എന്തെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് വരുമാനം വരികയാണെങ്കിൽ അതിലൊരു വിഹിതം കാടിൻ്റെ മക്കൾ കൂടി അവകാശപ്പെട്ടതാണ്. ഇതുപോലും മനസ്സിലായാൽ പോലും അസൂയയും കുശുമ്പും കുന്നായ്മയും മാത്രമുള്ള കുറേ എണ്ണം മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ആ കുഞ്ഞിനെ തിരികെ കൊടുപ്പിച്ചു. അപ്പോൾ ഈ തിരികെ കൊടുപ്പിച്ച ആളുകളോട് ഒന്നേ ചോദിക്കാനുള്ളൂ, ഇപ്പം നിങ്ങളുടെ കുത്തിക്കഴപ്പ് മാറിയോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. കാര്യം മറ്റൊന്നുമല്ല, ആ ഒരു കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. ആ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും നോക്കി ഒറ്റയ്ക്ക് കഷ്ടപ്പെടേണ്ട അവസ്ഥയായി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനുഷ്യത്വമാണുള്ളത്? എന്തായാലും ദീപ്തിയുടെ ചാനൽ റീച്ച് ആവുന്നു എന്നുള്ള ടെൻഷൻ മൂലമാണ് പലരും ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ആ പുള്ളിക്കാരത്തിക്ക് പൈസ വരരുത് എന്നുള്ള ആ ഒരു കുശുമ്പൻ ചിന്താഗതിയുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളവരുടെ ആഗ്രഹം നടന്നു. പക്ഷേ ആ ഒരു കുഞ്ഞിനെ കൊടുക്കുന്ന സമയത്തും അജിതയോട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ, ഈ കുഞ്ഞിനെ വല്ലപ്പോഴും എൻ്റെ അടുത്തൊന്ന് നിർത്തിയേക്കണേ എന്നാണ് ദീപ്തി പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ. അപ്പോൾ ഭയങ്കരമായിട്ട് പുള്ളിക്കാരത്തിക്ക് ടെൻഷനായി. കാരണം ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടും ദീപ്തിക്ക് കുഞ്ഞുങ്ങളൊന്നും ജനിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് അവർക്ക് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഒരു കുഞ്ഞ് ഉള്ള സ്ത്രീയേക്കാളേറെ ഒരു കുഞ്ഞ് ജനിക്കാത്ത അല്ലെങ്കിൽ കുഞ്ഞില്ലാത്ത ഒരു സ്ത്രീക്കാണ്, വിവാഹം കഴിഞ്ഞതിന് ശേഷമാണേ, വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഒരു വ്യക്തിക്കായിരിക്കും കുഞ്ഞുങ്ങളോട് കൂടുതൽ ഇഷ്ടവും അവരെ കൊഞ്ചിക്കാനുള്ള ആഗ്രഹവും കൂടുതൽ. അപ്പോൾ എന്തായാലും ആ ഒരു കുഞ്ഞിൻ്റെ ആർഭാടമായ സന്തോഷമായ ചില ആ കുഞ്ഞിനെ സംബന്ധിക്കുന്ന ജീവിതം തല്ലി തകർത്തപ്പോൾ കുറേ എണ്ണത്തിന് സമാധാനമായി. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.